പ്രിയ ബന്ധുമിത്രങ്ങൾക്ക് നമസ്കാരം. അവധിക്കാലം തുടങ്ങിയല്ലോ. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ടൈം പാസിന് വേണ്ടിയെങ്കിലും ഈ റെസിപ്പി പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ ചമ്മന്തിപ്പൊടി ഇഡ്ഡലി ദോശയ്ക്ക് ഉപയോഗിക്കുമല്ലോ, എണ്ണ ഒഴിച്ച് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും 50 ഗ്രാം 100 ഗ്രാം വീതം കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയാണ്. വളരെ ഈസിയാണ്, 5 മിനിറ്റ് മതി. എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ 30 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, ഞെട്ട് മാറ്റി. ഒരു കിണ്ണത്തിൽ ഉഴുന്ന് പരിപ്പ്, തൊലിയില്ലാത്തത്. തൊലിയുള്ളവർക്ക് തൊലിയുള്ളത് തന്നെ ഇടാം, അത് ടേസ്റ്റ് കൂടുതലാണ്. സാധാരണ നമ്മുടെ കേരളത്തിലുള്ളവരുടെ വീട്ടിൽ ഇതേ കാണത്തുള്ളൂ, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഞാൻ. പിന്നെ 3/4 പാത്രം കടലപ്പരിപ്പ്, 2 കഷ്ണം കട്ടിക്കായ എന്ന് പറയുമല്ലോ, കട്ട 2 കായമാണ് രുചി. പിന്നെ മുഴുവനോടെ ഇത്രയും വെളുത്തുള്ളി വേണം, നമുക്ക് തൊലിച്ച് മാറ്റി ഇട്ടാൽ മതി. പിന്നെ ആവശ്യമുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. കരിവേപ്പില കുറച്ച് അധികം വേണം കേട്ടോ, അതാണ് മണം. ഈ ചമ്മന്തിപ്പൊടിയുടെ മണത്തിന് കാരണം തന്നെ ഈ കരിവേപ്പിലയാണ്. ഇത് ഞെട്ട് മാറ്റി എടുക്കുക. ഞാൻ നല്ലെണ്ണയാണ് ഇതിന് ഒഴിക്കുന്നത്. 1 സ്പൂൺ നല്ലെണ്ണ മതി കേട്ടോ, ഒരുപാട് എണ്ണ ആവശ്യമില്ല ഇതിന്. അതുപോലെ ഈ കായ കട്ടി എനിക്കില്ല എന്നുണ്ടെങ്കിൽ ഇടണമെന്നില്ല. അവസാനം വറുക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ 1 സ്പൂൺ കായപ്പൊടി ഇട്ട് ഇളക്കി അടുപ്പ് ഓഫ് ചെയ്താൽ മതി. പക്ഷെ രുചി ഇതാ കേട്ടോ, മണം ഇതാ. അടുപ്പ് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കേണ്ട, ഹാഫ് ഫ്ലെയിമിൽ വെച്ചാൽ മതി. നിന്ന് ചൂടാകണം, അതിന് വേണ്ടിയാണ്. കരിവേപ്പിലയെല്ലാം ഞെട്ട് മാറ്റി എല്ലാം കണ്ടിട്ട് ഒന്നിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചില ഓരോന്നായിട്ട് വറുത്തെടുക്കുന്നു, അന്നേരം മുഷി തോന്നിക്കും നമുക്ക്. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. എല്ലാം ഇടുവാണ്. വെളുത്തുള്ളി മാത്രം അവസാനം ഇട്ടാൽ മതി. ഉപ്പ് ഇപ്പം തന്നെ ഇടുവാണ്. ഇപ്പം നമുക്ക് നോക്കിയിട്ട് പോരെന്ന് പിന്നെ ഇടാവേ. ഇങ്ങനെ കൈ എടുക്കാതെ വറുത്തെടുക്കണേ. അഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ. എന്ത് എളുപ്പമാണെന്നറിയാവോ, നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല മണവും ആയിരിക്കും, ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നമ്മൾ കടയിൽ വാങ്ങിക്കുമ്പോൾ 6 മാസമായാലും ചീത്തയാകത്തില്ലെന്നാണ് പറയുന്നത്. അതെങ്ങനെ പറ്റും? ഇതൊക്കെ പുറത്തിരുന്നാൽ 1 മാസം വരെ കുഴപ്പമില്ലാതിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ മണവും ടേസ്റ്റും എല്ലാം മാറും. നനവ് തട്ടായിരിക്കണം, നമ്മൾ ഇടുന്ന സ്പൂൺ നനയാത്ത സ്പൂണായിരിക്കണം. മിക്സി ജാറിൽ ഇടുമ്പോൾ തന്നെ നനവില്ലാത്ത മിക്സി ജാറായിരിക്കണം. അതിനകത്ത് വെള്ളം വീഴാൻ നോക്കണം. പിന്നെ ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് പൊടിപ്പിച്ചിട്ട് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ 3 മാസം അല്ല 4 മാസം കഴിഞ്ഞ് എടുത്താലും അന്ന് വറുത്ത് പൊടിച്ച പോലെ മണവും ടേസ്റ്റും ആയിരിക്കും. ഞാൻ ആദ്യം ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്നതുകൊണ്ടേ ഇത്തിരി കുറച്ചാണ് കാണിക്കും. ഞാൻ ഇതിൻ്റെ ഇരട്ടി എടുക്കും കേട്ടോ, എനിക്ക് 2 മാസത്തേക്ക് മതിയാവും. എപ്പോഴും വറുത്തുകൊണ്ടിരിക്കേണ്ടല്ലോ. ഈ ഉഴുന്ന് പരിപ്പ് മൂക്കുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാവേ. കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത കനമുള്ള ചിന്നച്ചട്ടി ആയതുകൊണ്ട് എനിക്ക് 7 മിനിറ്റ് എടുത്ത്. ഇത്രയും മൂത്താൽ മതി. ഇനി ഈ ചൂട്ടിൽ തന്നെ ഇരുന്നോട്ട്. പിന്നെ കായത്തിന് കട്ടിയില്ലാത്തവർ ഈ സമയത്താണ് 1 സ്പൂൺ കായപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഈ ചൂടിൽ തന്നെ ചിന്നച്ചട്ടി ഇരിച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ടേ നമ്മൾ പൊടിപ്പിക്കാവുള്ളൂ. ഇനി ആ വെളുത്തുള്ളി ഇങ്ങനെ ഇടുവാണ്. തൊലി എടുക്കണമെന്നില്ല കേട്ടോ. ചൂടാറിയിട്ട് മിക്സി ജാറിലിട്ടിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് മതിയല്ലോ പൊടിയാൻ, പെട്ടെന്ന് പൊടിയുമല്ലോ. വറക്കുമ്പോൾ തന്നെ എന്തൊരു മണമാണെന്നറിയാമോ. പൊടിപ്പിച്ച് കാണിക്കാം. ഇങ്ങനെ പെട്ടെന്ന് ദോശപ്പൊടി, അതായത് ചമ്മന്തിപ്പൊടി, തേങ്ങ ചേർക്കാത്ത ചമ്മന്തിപ്പൊടി റെഡിയായേ. ടോട്ടലായിട്ട് 7 മിനിറ്റ് വറക്കാനും 1 മിനിറ്റ് പൊടിപ്പിക്കാനും, അങ്ങനെ 8 മിനിറ്റ് കൊണ്ട് രുചിയായ ചമ്മന്തിപ്പൊടി റെഡിയായി. ഇതുപോലത്തെ പാത്രത്തിൽ, നനവില്ലാത്ത പാത്രത്തിൽ ഇട്ടും വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ഏവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെ ഈ സാധനമെല്ലാം വീട്ടിലുണ്ടല്ലോ, ഇന്ന് തന്നെ വറുത്ത് പൊടിപ്പിച്ചിട്ട് ഇഡലിയോ ദോശയ്ക്കോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ആ പൊടിക്കകത്ത് കുഴച്ച് കഴിച്ചിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ
നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കമൻസ് എനിക്ക് ഇട്ട് തരണം. എളുപ്പമായിരുന്ന, ടേസ്റ്റ് ആയിരുന്ന, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഇത് ടേസ്റ്റ് കൂടുതലാണെന്ന് നിങ്ങൾ പറയണം. ചിലവ് തീരെ കുറവാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കരിവേപ്പിലയൊക്കെ ആകുമ്പോൾ അത്ര ശുദ്ധമായ കരിവേപ്പിലയില്ല, മരുന്നൊന്നും അടിച്ച് കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കാണിക്കുക, കഴിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫോണിൽ കൂടെ സംസാരിക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ എൻ്റെ ചെറുമക്കൾ എല്ലാവർക്കും ഇത് എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്യുക. കൊച്ചുമക്കളെ, ബൈ മക്കളെ. സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ലവ് യു മക്കളെ.